السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الأمة وجاهدت في سبيل ربك حق جهاده فجزاك الله عنا خير الجزاء. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولسوف يعطيك ربك فترضى. صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وآله وسلم إن الصلاة علي نور. صدق رسوله الكريم. صلواتي على النبي وسلامي وهو خير الأنام بدر التمام. صلواتي على النبي السلام عليك زين الأنبياء. السلام عليك أتقى الأتقياء. السلام عليك أصفى الأصفياء. السلام عليك أزكى الأزكياء. الله 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 الله. صلواتي على النبي وسلامي وهو خير الأنام بدر التمام. മഹാന്മാരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, മുഹിബ്ബീങ്ങൾ, അല്ലാഹു കബൂലാകട്ടെ. സൂര്യാസ്തമയത്തോട് അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ഹബീബിന്റെ മദഹിനും സ്വലാത്ത് സലാമുകൾക്കും ഷിആറോടുകൂടി മദീനയുടെ പേരിൽ ഒരുമിച്ച് കൂടിയവരാണ്. പ്രാർത്ഥന നിർഭരമായ, പ്രതീക്ഷാ വിഭവ സമൃദ്ധമായ ഈ അത്യുത്തമത്തെയും ഉത്കൃഷ്ട ഉദ്യാനത്തെയും സുഹൃതത്തെയും അല്ലാഹു കബൂലാക്കി തരട്ടെ. ദീർഘമായൊന്നും പറയുന്നില്ല, പറയേണ്ടതുമില്ല. മഹാനരായ മുത്തുനബിയെ കേൾക്കാമെന്ന ശീർഷകത്തിലായി കുറഞ്ഞ കലിമത്തുകൾ മാത്രം
നിങ്ങളുടെ മുമ്പിൽ മദ്ഹ് എന്ന ഓമന പേരിൽ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് പിരിയുന്നതാണ്. ഇങ്ങനൊക്കെ കൂടാനും മദീനയുടെ പേരിൽ പ്രകീർത്തിക്കാനും പാടാനും കരയാനും ഓർക്കാനും പരാമർശിക്കാനും പ്രശംസിക്കാനും പറയാനും സലാം പറയാനും സലാത്ത് ചൊല്ലാനും ഒക്കെ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്ത്. അതിന്റെ ശുക്രിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇരുത്തം. ഇത് നാളത്തെ പൊരുത്തത്തിന് നിമിത്തമാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഹൃദയങ്ങൾ ഹബീബിന് വേണ്ടി ദാഹിക്കുകയാണ്. ഓരോ നാടിമിടിപ്പും അതാണ്. നെഞ്ചത്ത് തൊട്ടാൽ മിടിപ്പാണ്. ഇത് ഹബീബിനെ കാണാനുള്ള തിടുക്കത്തിന്റെ ഹൃദയത്തിന്റെ ചാട്ടമട്ടം. ആശക്യങ്ങൾ അങ്ങനെയാ പറയുന്നത്. ഈ നാടിമിടിപ്പിനെ കുറിച്ച് ജീവിത ആയുസ് എന്നതൊരു ഭവനമാണെങ്കിൽ ഓരോ മിടിപ്പും അതിലെ ഇഷ്ടികകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുകയാണ്. എന്തിനു വേണ്ടി? ഈ വീട് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് മുസ്തഫാന്റെ കൊട്ടാരം സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. മരിക്കാൻ പോകുന്നത് റസൂലുള്ളാഹിനെ കാണാൻ പോവാണ്. അതുകൊണ്ട് ചെസ്റ്റ് ധൃതി കൂട്ടുകയാണ്. നടക്ക്, മിടിപ്പ് പറയുകയാണ്. നടക്ക്, ഖബറിൽ നിന്നെ കാത്തിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ. ഖബറിൽ നിന്നെ കാത്തിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ. അവിടെയാണ് അഹ്മദ് റിളാ ഖാന്റെ പ്രധാനപ്പെട്ട ഒരു വസിയ്യത്ത്. അത് ഫിഖഹിന്റെ വസിയ്യത്തല്ല, അത് ഇഷ്കിന്റെ വസിയ്യത്താണ്. പ്രിയപ്പെട്ട മുരീദിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞത്രേ, എന്റെ ഖബർ നിങ്ങൾ കുഴിക്കുന്ന സമയത്ത് ആഴം കുറച്ച് അധികമാക്കണേ. മുരീദ് അത്ഭുത പരിഭ്രാന്തനായി ശൈഖിനോട് അന്വേഷിക്കുകയാണ്, ഉസ്താദേ ഖബർ എന്തിനാണ് ആഴം കൂട്ടുന്നത്? 10,000-കണക്കിന് മദഹിന്റെ പ്രകീർത്തനത്തിന്റെ ഗദ്യപദ്യങ്ങളെ കൊണ്ട് ലോകത്തെ കോടികളായ ആശിഖീങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കിയ മഹാനായ അഹ്മദ് റിളാ ഖാൻ ആ സമയത്ത് ചിന്തയുടെ വാതിൽ തുറക്കുന്ന പ്രതികരണമാണ് നടത്തിയത്. എന്താ, എന്തിനാണെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പൊന്നുമോനെ, ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ അവിടെ വരൂലേ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ എന്റെ അരികിൽ വരുമ്പോൾ ഞാൻ കിടക്കുകയാണോ വേണ്ടത്? എനിക്കൊന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കണ്ടേ? അതുകൊണ്ട് എന്റെ ഖബർ കുറച്ച് ആഴത്തിൽ കുഴിക്കണേ എന്ന് ഇഷ്ക് കൊണ്ട് അനിയന്ത്രിതമായി പറഞ്ഞു പോയ അഹ്മദ് റിളാ ഖാൻ. ഇഷ്കിൽ പലതും പറയും, അതിനൊന്നും ഗ്രാമർ വെച്ചിട്ട് അർത്ഥം വെച്ചിട്ടും കാര്യമില്ല. അങ്ങനെയാണ്. ഇഷ്കൊരു ലഹരി, ഇഷ്കൊരു ഭ്രാന്ത. ഇഷ്ക് ഹൃദയത്തിന്റെ ഒരു പ്രണയ കിന്നാരമാണ്. ചിലപ്പം പറച്ചിലായിരിക്കും, ചിലപ്പം കരച്ചിലായിരിക്കും, ചിലപ്പം മൗനായിരിക്കും. ഈ ലോകത്ത് മൗനം പ്രമാണമായ ഒറ്റ വ്യക്തിയേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ. നേതാക്കളുടെ സംസാരം പ്രമാണമാണ്, എഴുത്ത് പ്രമാണമാണ്, വാമൊഴി പ്രമാണമാണ്, വരമൊഴി പ്രമാണമാണ്. പക്ഷെ മൗനം പ്രമാണം ഒരാളുടേത് മാത്രം, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മഖാമിന്റെ വലുപ്പം എത്രയാണ്! ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ. നിങ്ങൾക്ക് നമ്മൾ ശരീരം തുറന്നു തന്നില്ലേ? നിങ്ങൾക്ക് നമ്മൾ റൂഹ് തുറന്നു തന്നില്ലേ? നിങ്ങൾക്ക് നമ്മൾ ജസദ് തുറന്നു തന്നില്ലേ? നിങ്ങൾക്ക് നമ്മൾ ഫുആദ് തുറന്നു തന്നില്ലേ? നിങ്ങൾക്ക് നമ്മൾ ശഗാഫ് തുറന്നു തന്നില്ലേ? നിങ്ങൾക്ക് നമ്മൾ സിർറ് തുറന്നു തന്നില്ലേ? നിങ്ങൾക്ക് നമ്മൾ സദർ തുറന്നു തന്നില്ലേ? നിങ്ങൾക്ക് നമ്മൾ ഖൽബും തുറന്നു തന്നില്ലേ? മക്കയും മദീനയും ഉമ്മത്തിനെയും വിജ്ഞാനത്തിനെയും ആകാശത്തിന്റെ വാതായനങ്ങളെയും തുറന്നു തന്നില്ലേ നബിയേ?
ലിയഗ്ഫിറ ലക, നിങ്ങൾ കാരണത്താൽ പടച്ചവൻ പുറത്തു കൊടുക്കാൻ വേണ്ടി, മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, നിങ്ങളെ മുൻഗാമികളുടെ തെറ്റുകളും പുറത്തു കിട്ടണോ, പിന്നാലെ വരുന്ന മുഴുവൻ മനുഷ്യകോടികളുടെയും തെറ്റുകൾ അങ്ങ് കാരണത്താൽ പുറത്തു കൊടുക്കാൻ അങ്ങയെ സമുന്നത സ്ഥാനത്തെ രാജനാക്കിയില്ലേ, എല്ലാം ഫത്ഹ് ചെയ്ത് തന്നില്ലേ നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ. അൽ വസീലത്തുൽ ഉളമ മുഹമ്മദ് മുസ്തഫ, അൽ വസീലത്തുൽ ഉളമ മുഹമ്മദ് മുസ്തഫ. ദീർഘമായി പറയുന്നില്ല, റബീഉൽ അവ്വലേ കഴിഞ്ഞിട്ടുള്ളൂ, മദ്ഹ് കഴിഞ്ഞിട്ടില്ല. ഈ ചന്ദ്രക്കലയെ ഒടുങ്ങിയിട്ടുള്ളൂ. പക്ഷേ യഥാർത്ഥ ഖമറും യഥാർത്ഥ ശംസും യഥാർത്ഥ നജ്മും അസ്തമിക്കില്ല. അത് ഉദിച്ചത് ഖൽബിലാണെങ്കിൽ അത് അസ്തമിക്കില്ല. അതല്ലേ ഇവിടെ മൗലിദിലൂടെ ഹൃദയം തൊട്ടറിഞ്ഞത്. ഇന്ന ബൈതന്നത സാകിനുഹു ലൈസ മുഅ്താജൻ ഇലാ സുറൂജി. ഒരുപക്ഷെ മഅബരികളിൽ നിന്ന്, മഖ്ദൂമി വൈജ്ഞാനിക ഉദ്യാനത്തിൽ നിന്ന് മലയാളക്കരക്ക് കിട്ടിയ ഏറ്റവും വലിയ സംഭാവന, സമ്മാനം, പാരിതോഷികം ഏതെന്ന് ചോദിച്ചാൽ വിജ്ഞാന പടവുകൾ അന്വേഷിച്ച് യാത്ര ചെയ്യുന്ന ഈ മുതഅല്ലിം പറയും ഈ രണ്ട് വരികളാണ്. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യതിന്നാസു ബിൽ ഹുജജി. മഖ്ദൂനങ്ങൾ എത്ര മനോഹരമായും ഹൃദയാസ്പർശമായുമാണ് പറഞ്ഞത്. വജ്ഹുകൽ വല്ലാഹ്, അങ്ങയുടെ പ്രസന്നമായ പ്രഭാമയമായ മുഖമില്ലേ, ഹുജ്ജത്തുനാ, ഞങ്ങളുടെ പ്രൂഫ് അങ്ങയുടെ മുഖമാണ് യാ റസൂലല്ലാഹ്. യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി, ജനകോടികൾ വ്യത്യസ്ത രേഖകളും ആധാരങ്ങളുമായി മഹ്ശർ വൻസഭയിൽ വരുമ്പോ ഞങ്ങൾക്ക് ഒറ്റ ആധാരമാണ് നബിയേ, ഒറ്റ രേഖയാണ് നബിയേ, ഒറ്റ പ്രൂഫാണ് നബിയേ, അത് അങ്ങയുടെ മുഖമാണ്. ആ മുഖം പൂർണ്ണമായി പലവട്ടം കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്. ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല എന്ന് പറയണം, മുസ്തഫ നബിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങി കൊടുക്കുന്ന ഹൗദുൽ കൗസർ ഒഴുകുന്ന ശബ്ദങ്ങൾക്ക് കേൾക്കണോ, ചെകിട്ടിൽ കൈയിട്ടാ മതി എന്ന് ആയിഷത്തു സിദ്ദീഖ. വേണമെങ്കിൽ ഇപ്പൊ തന്നെ നോക്കി ഒരു പുഴ ഒഴുകുന്ന ശബ്ദം ഉണ്ടോ? ഞാൻ വെറുതെ പറയില്ല. സൂറത്തുൽ കൗസറിന്റെ തഫ്സീർ ഇമാം റാസി തങ്ങൾ എടുത്തു നോക്കി, അതിലുണ്ട് ഞാൻ പറഞ്ഞ ഉദ്ധരണി. ആയിഷ ഉമ്മയത്ത് ഞാൻ അതിന്റെ ശേഷം ആ കിതാബ് മടിയിൽ വെച്ചിട്ട് ചവിട്ടിലൊന്നും കൂടി കൈയിട്ട് നോക്കി. അപ്പണ്ട് ഒരു കളകളാരം മുഴുകുന്ന ഒരു മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. ഇപ്പടെ എണ്ണങ്ങൾ കഴിഞ്ഞിട്ട് ഇട്ടാ മതി, വേറെ ഉള്ളവന്റെ ചവിട്ടിൽ ഇടണ്ട, അവനാന്റെ ചവിട്ടിൽ ഇട്ടാ മതി. സുബ്ഹാനല്ലാഹ്. അതാ ഞാൻ എന്റെ പടായല്ല, റാസി എടുത്തു പോയില്ലുണ്ട്, റാസിമാം രേഖ. നമ്മള് രണ്ട് കൈയൊക്കെ നോക്കുമ്പോ 18, 81 രണ്ടും കൂടി കൂട്ടിയാ 99 അല്ലേ? അസ്മാഉൽ ഹുസ്നന്റെ കണക്കല്ലേ? ഇതാണല്ലോ ദ്വാർക്കുമ്പോ പൊന്തിക്കണേ. പിന്നെ എങ്ങനെ ഇജാബത്ത് കിട്ടാതിരിക്കുക? പക്ഷെ ഖുലിഖൽ ഇൻസാനു ദഈഫാ, അതിന്റെ ചില അടയാളങ്ങൾ നമ്മളെടുത്തുണ്ട്. അതാണ് കണ്ണിന്റെ നേരെ താഴ്ത്താണ് മൂക്ക്, പക്ഷെ കാണുന്നില്ല. കണ്ണോണ്ട് കാണാൻ പറ്റുമെങ്കിൽ ആദ്യം മൂക്ക് കണ്ട്, മൂക്ക് കാണില്ല. മൂക്കാണെങ്കിൽ കണ്ണാടി പോയിട്ടാണ്, അതോട്ട് നമ്മള് മൂക്കുമല്ല. അത് നമ്മളെ മൂക്കാണെങ്കിൽ നമ്മൾ തൊള്ളാണെങ്കിൽ ചോറ് അങ്ങോട്ട് കൊടുത്താൽ മതി, പിന്നെ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഈ ബലഹീനനായ മനുഷ്യന് ബലവാനാവാൻ ഒറ്റ അത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പല ലൈവുണ്ട്. ഇതിപ്പോ നമ്മളെ സൗകര്യത്തിന് അള്ളാഹു ചെയ്തെന്നൊരു സ്വാതന്ത്ര്യവും സൗകര്യവും സംവിധാനമാണല്ലോ. ആർക്കായാലും സംശയമുള്ള ഇവിടെ ലോകത്തെ നേതാക്കൾക്ക് അനുയായികളെ കാണാൻ ഇതൊരു ആവശ്യമാണ്. അപ്പൊ അള്ളാഹു തആല ആഖിർ സമാനിൽ ഇതൊക്കെ തുറന്നു കൊടുത്തു. എന്നാൽ ഈ നേതാക്കൾക്കൊന്നും അനുയായികളോട് റസൂലുള്ളാഹിന്റെ ഹിർസിന്റെ കോടിയിൽ ഒരു അംശം പോലും ഉണ്ടാവില്ല. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ലോകത്ത് അനുയായികളെ ഇത്രമാത്രം അലച്ചു വെച്ച് ഹൃദയത്തിൽ ദുആ ചെയ്ത് പ്രാസ്ഥാനിക കോട്ടയിൽ തീറ്റി പോറ്റിയ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. 30 മണിക്കൂർ ചുരുങ്ങിയത് പ്രസംഗിക്കാൻ
ആ അല്ലാഹുവിന്റെ റസൂലിന് അനുയായികളുടെ പ്രവർത്തന വാക്കുകളൊക്കെ കേൾക്കാൻ ആഗ്രഹം സ്വാഭാവികമാണ്. അപ്പൊ ലൈവ് ഇപ്പോഴല്ല, 1500 കൊല്ലം മുമ്പ് മനോഹരമായി, വൃത്തിയായി, വ്യക്തമായി, ശക്തമായി, കൃത്യമായി ലൈവ് നടക്കുന്ന ഒരു സ്ഥലമാണ്. മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹിസ്സലാം. അതുകൊണ്ടല്ലേ സ്വലവാത്തി ബൈത്ത് ചെല്ലുമ്പോൾ എന്തോ ഒരു റാഹത്താണ്. അള്ളാന്റെ ഹബീബിനോട് സലാം പറയുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. പല മഹാന്മാരും മൗത്തിന്റെ സമയത്ത് മുസ്തഫ നബിക്ക് സലാം പറഞ്ഞവരുണ്ട്, സലാം മടക്കിയവരുണ്ട്. മൗത്തിന്റെ സമയത്ത് വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അവരോട് ചോദിച്ചു, ആരോടാ സലാം പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഇപ്പോൾ ഇവിടെ വന്ന് എന്നോട് സലാം പറഞ്ഞിരുന്നു മക്കളെ എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്ന സമയത്ത് മുസ്തഫ നബിയുടെ സലാം കേട്ടിരുന്ന ആശിഖീങ്ങളുണ്ട്. മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കരഞ്ഞുകൊണ്ട് തപിക്കുന്ന ഹൃദയവുമായി, ഒലിക്കുന്ന കണ്ണുമായി, വിറക്കുന്ന ശരീരവുമായി സ്വലാത്ത് സലാമുകൾ ചൊല്ലുമ്പോ പ്രത്യുപകാര പ്രതീക്ഷയോടെയുള്ള സമ്മാനം ഇന്നും കിട്ടുന്ന ആശിഖീങ്ങളുണ്ട്. അത് കേൾക്കുന്നവരുണ്ട്. പാട്ടുപാടി റൗളയുടെ പൂട്ട് പൊട്ടിച്ചവരുണ്ട്. റസൂലുള്ളാഹിന്റെ കൈ കെട്ടി മണത്തവരുണ്ട്. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചവരുണ്ട്. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി കടം വീട്ടിയവരുണ്ട്. മറ്റൊരർത്ഥത്തിൽ അത് ഇന്നും നടക്കുന്നുണ്ട്. ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന, സൂക്ഷിക്കുന്ന, വീക്ഷിക്കുന്ന നേതാവാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹ് النبي صلوا على صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله الله അതുകൊണ്ട് ഈ മദീന ഫാഷനിൽ നിന്ന് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതാക്കന്മാർ മാടി വിളിച്ചപ്പോൾ പ്രഭാത സൂര്യന്റെ മങ്ങിയ കിരണങ്ങൾക്ക് മുത്തം കൊടുത്തു. നൃത്തമാടുന്ന ഇഷ്കിന്റെ മധുകൾ കേട്ട് നൃത്തമാടുന്ന മൺതരികളെ സാക്ഷി നിർത്തി റൗദയുടെ പച്ചക്കുപ്പയെ ഹൃത്തടത്തിൽ ഭാവന ചെയ്ത് ഒരുമിച്ചുകൊണ്ട് സ്വലാത്തിന്റെ പുഴയിലൊന്ന് ചിറകിട്ടൊഴുകാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇസ്സത്ത് താ റബ്ബേ, നജാത്ത് താ റബ്ബേ, തുമഗ്നീതത്ത് താ റബ്ബേ, ശിഫാ താ റബ്ബേ. അല്ലാഹുവേ, സദസ്സിലുള്ള മുഴുവൻ ആളുകൾ പ്രയാസങ്ങളുടെ ഹിമാലയങ്ങൾ തകർക്കണേ അല്ലാ. കടക്കണിയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. രോഗങ്ങളുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ പറയാനും പാടാനും കരയാനുമാണ് മുത്തുനബി. പറയാൻ മാത്രമല്ല അനുഭവിക്കാനുമാണ്. അല്ലാ അല്ലാ റസൂലുള്ള ഹൃദയത്തിൽ ജീവിച്ചാൽ ദുനിയാവിന്റെ പരീക്ഷണങ്ങളുടെ പാറപ്പുറം ഉദ്യാനമായി മാറുന്നതാണ്. പ്രതിസന്ധികളുടെ തീജ്വാല പൂന്തോപ്പായി മാറുന്നതാ. ശത്രുക്കളെ മിത്രങ്ങളായി മാറുന്നതാ. ഹൃദയത്തിലേക്ക് സമാധാനത്തിന്റെ മന്ദമാരുതന് റൗദയിൽ നിന്ന് അടിച്ചു വീശുന്ന
വീശുന്നതാ. എല്ലാത്തിനുമുള്ള ഒറ്റമൂലികയല്ലേ ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് ശ്രുതി നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബി നായകർ ശുപാർശയും നൽകാൻ മതി നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പറയാൻ പ്രിയമാണ്, സമയമില്ലാത്തതാണ്. പ്രശ്നമുള്ള സമയത്ത് സ്വലാത്ത് കൊണ്ട് ഹബീബിന്റെ റൗദയിൽ റൂഹ് കൊണ്ടൊരു മുത്തം ചെയ്ത് തിരിച്ചു വന്നാൽ അത്രയുമായി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. മദീന ഫാഷനിൽ നിന്ന് പ്രദോഷ സമയത്ത് ഹബീബിന്റെ റൗദയിലേക്ക് സ്വലാത്തിന്റെ കാറ്റടിച്ച് വീശുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളിൽ ഈ സ്വലാത്ത് അവിടെ പോയി പറയുന്നതാണ്. തിരിച്ച് പ്രതികരണമുണ്ടാകുന്നതാണ്. എന്നോട് മഹാനായ തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് അറിയിക്കുകയുണ്ടായി. ഇവിടെ ഇരുന്നു കൊണ്ട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദീർഘമായി പറയേണ്ടതില്ല, പറയാനൊട്ട് നിങ്ങൾക്കും നേരമില്ല, എനിക്കും സമയമില്ല. ഇവിടെ വ്യത്യസ്ത മഹാന്മാര് വരുന്നുമുണ്ട്. ഒറ്റ കാര്യം മാത്രമേ സദസ്സിൽ പറയാനുള്ളൂ. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മുത്തനബി മദീനയിൽ ഒരു മിമ്പർ കെട്ടിക്കൊടുത്തു എന്ന് മാത്രമല്ല, തൊണ്ട തടവി പ്രാർത്ഥിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ആയിഷ ഉമ്മന്റെ വീട്ടിലേക്ക് മഹാനവറുകൾ എപ്പോൾ വന്നാലോ വലിയ ബഹുമാനമാണ്, ആദരവാണ്, സൽക്കാരമാണ്. എപ്പോ വന്നാലും വലിയ സൽക്കാരാണ്. അപ്പൊ ഒരിക്കൽ ആയിഷാബിയോട് ചോദിച്ചു. കാരണം ആയിഷ ഉമ്മയെ ഒരു അപവാദം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആ വിഷയത്തിലേക്ക് പോണില്ല. അതിലറിയാതെ തെറ്റിദ്ധരിച്ച അങ്കുലി പരിമിതമായ സഹാബാക്കൾ ഉണ്ടായിരുന്നു. മുനാഫിഖീങ്ങളാണ് തുടങ്ങിയത്, കുപ്രചർ. ഞാൻ ആ വിഷയം എടുത്തിട്ടുണ്ട്. അതിൽ ഒരാളായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഏത് തെറ്റിദ്ധാരണയിൽ പെട്ട ഒരാളായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത്. ആയിഷാബിയെ മോശപ്പെട്ട് ചെയ്തു എന്നൊന്നുമല്ല, എന്നാലും ആ ഒരു തെറ്റിദ്ധാരണയിൽ അതിന്റെ ഓരത്ത് സംഭവിക്കേണ്ടി വന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത്. അപ്പൊ ആയിഷ അമ്മയോട് ആരോ ചോദിച്ചു, നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള വർത്താനത്തിൽ പെട്ടിരുന്ന ആളാണല്ലോ, എന്നിട്ടെന്താ അപ്പൊ നിങ്ങൾ മൂപ്പര് വരുമ്പോ വല്ലാത്ത സൽക്കാരം. അപ്പൊ ആയിഷ ഉമ്മ തിരിച്ചു പറഞ്ഞ എന്താ, അതൊന്നും എനിക്കറിയില്ല. ഹസ്സാൻ സ്വർഗത്തിലെ രാജാവാണ്. കാരണം മുസ്തഫ നബിന്റെ മാദിഹായിരുന്നു. വേറൊന്നുമല്ല. ഹസ്സാൻ മുത്തുനബിയെ കുറിച്ച് ധാരാളം പാടി പുകഴ്ത്തിയ ആളാണ്. മുത്തുനബിന്റെ ആളുകളെയും പാടി. റസൂലുള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പാടിയപ്പോഴല്ലേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചേ, അൻത മുബറഉൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാ. അപ്പോഴല്ലേ അള്ളാന്റെ റസൂൽ ചോദിച്ചത്, ഹസ്സാനേ, എന്റെ അബൂബക്കറിനെ കുറിച്ച് നീ എന്താണ് ഒന്നും പാടാത്തത് ഹസ്സാൻ? 1,24,000 സ്വഹാബാക്കളാണ്. അള്ളാന്റെ റസൂൽ ഈ ദുനിയാവിൽ നിന്ന് വിയോഗം പ്രാപിക്കുന്ന സമയത്ത് ഭൂമിയിലുള്ളത് ഏകദേശം 12 കോടിയോളം ആളുകളാണ്. അതിൽ 1,24,000 സ്വഹാബാക്കളാണ്. പക്ഷെ ചരിത്രം അത്ഭുതമാണ്. 34,000 ആളുകളെ ജനാസ നിസ്കരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എവിടെ പോയി? ഗവേഷകന്മാര് കുടുങ്ങുകയാ. ബാക്കി
എല്ലാവരും ദഅവത്തിന് വേണ്ടി മറുനാടുകളിൽ പോയി എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം അത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എന്നത് ശരിയാണ്. എന്നാലും 10,000-ങ്ങളെ കാണാനില്ലല്ലോ. ചില മഹാന്മാരായ ആശിഖീങ്ങൾ അവസാനം പറഞ്ഞു എത്തിയത് ഹബീബിന്റെ വിയോഗത്തോടെ മദീനയിൽ കാലുകുത്താൻ സാധിക്കാതെ, ജനാസ നിസ്കരിക്കാൻ പോലും അവസരമില്ലാതെ കിട്ടിയ കെട്ടും മാറാപ്പും എടുത്തുകൊണ്ട് ഓടിയതാ. അവരുടെ ഹൃദയത്തിൽ അതായിരുന്നു നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊരു ലഹരിയാണ്, ഇതൊരു വികാരമാണ്. ഈടടുത്തൊരു പ്രഗത്ഭനായ സൈക്കോളജിസ്റ്റ് പറയുകയുണ്ടായി, ട്രെയിനിൽ വെച്ചുകൊണ്ട് കോളേജിൽ വെച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി റബീഉൽ അവ്വൽ ആയതുകൊണ്ട് വിഷയം അല്ലാഹുവിന്റെ ഹബീബാണ്. പല ആളുകളോടും പല വിഷയത്തിൽ സംവദിച്ചപ്പോൾ ഒരു കുട്ടി എണീറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, സാറേ, കല്യാണത്തിന് കൂട്ടു നിൽക്കാതിരുന്നാൽ എന്തെങ്കിലും കുറ്റമുണ്ടോ? സുമുഖിയാണ്, സുന്ദരിയാണ്, കല്യാണത്തിൽ നിന്ന് തെന്നിമാറി ഏകാന്ത ജീവിതം നയിച്ചാൽ അതുകൊണ്ട് വല്ല കുഴപ്പവുമുണ്ടോ? ഇദ്ദേഹം ചോദിച്ചു, എന്താ നീ അങ്ങനെ ചോദിക്കുന്നത്, കല്യാണം വേണ്ടേ? ഉടനെ തന്നെ ആ പെൺകുട്ടി ചോദിച്ചത്രേ, MBBS-ന് പഠിക്കുന്ന കുട്ടിയാ ചോദിച്ചത്, എനിക്ക് ഹബീബിനോട് ഹൃദയത്തിൽ മുഴുവനും സ്നേഹമാണ്. ഇനി മറ്റൊരാൾക്ക് അവിടെ ഇരിക്കാൻ സ്പേസ് ഇല്ല. ഞാൻ എന്റെ ഭർത്താവിനെ സ്വീകരിച്ചാൽ എന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കണ്ടേ, ഭർത്താവിന് സമയം കൊടുക്കണ്ടേ. അത്രയും സമയം സലാത്ത് സലാം ചൊല്ലി പൊന്നാര പൂമാന പ്രണയിച്ചുകൊണ്ട് മൗത്ത് കാത്തിരുന്ന എനിക്ക് അതാണ് ഹൈറെന്ന് തോന്നി സംശയം ചോദിച്ചതാ. ഇത് സ്വഹാബിയാത്തിന്റെ കാലത്തല്ല, ഈ റബീഉൽ അവ്വലിലാണ്. അന്നുമുണ്ട് എന്നുമുണ്ട് ഇഷ്കിന്റെ പൊട്ടാനായ കുടമായി കൽബ് താങ്ങാൻ കഴിയാതെ കണ്ണതിന്റെ വ്യാഖ്യാനം കുറിച്ചുകൊണ്ട് മദീനയിൽ പോവാൻ സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിച്ച് അർത്ഥിച്ച് യാചിച്ചുകൊണ്ട് അവിടെ എത്തിയാൽ പൊട്ടിക്കരഞ്ഞ് നിയന്ത്രണം വിട്ടുകൊണ്ട് അടക്കം പറയുന്ന ആശിഖീകൾ എത്രയാണ് അസ്സലാമു അലൈക യാ മാഹി ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി, അല്ലാഹു അല്ലാഹു. അള്ളാഹ് നമ്മെ പറയാൻ പഠിപ്പിച്ച ആളാണ്. അള്ളാഹിന്റെ മാർഗത്തിലേക്ക് നമുക്ക് ഹിദായത്ത് നൽകിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. ആദ്യത്തെ തിരിച്ചറിവ് അതാണ് വേണ്ടത്. സഹാബാക്കൾ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞിരുന്നൊരു വർത്താനുണ്ട്, എന്താണെന്നറിയോ? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന. അത് മുഴുവനും കൂടി അള്ളാഹിനോട് ആക്കണ്ട. അല്ലാഹുമ്മ പടച്ചോനെ, നീലത് റസൂലുള്ളാഹിനോട്. നീ ലൈവായി പോകേണ്ടത് എനിക്കറിയാം. നാളെ സൈക്കിൾ ചെയിൻ എടുത്തിട്ട് കുറെ ആൾക്കാർ പിന്നാലെ കൂടും എനിക്കറിയാം. ഓർപ്പിച്ചിട്ട് തന്നെ പറഞ്ഞു, അല്ലാഹുമ്മ എന്നുള്ള പടച്ചോനോടാ. ലൗലാ അൻത മുഖാത്തബ് മുഹമ്മദ് മുസ്തഫയാ. അപ്പൊ മോലേരെ അള്ളാനെ വിളിച്ചിട്ട് പിന്നെ മനുഷ്യനോട് സംസാരിക്കല്? നമ്മൾ സംസാരിക്കല്ലേ? അങ്ങനെ നമ്മൾ സംസാരിക്കല്ലേ? ഞാൻ ഇപ്പൊ ഇന്ന് സംസാരിച്ചു, പടച്ചോനെ നിങ്ങൾ എന്നെ വന്ന് ഞങ്ങളെ, അതിന്റെ അർത്ഥം പടച്ചോൻ ഞങ്ങളാണ് വിളിച്ചേ. പടച്ചോനെ ചോദിച്ചത് നിങ്ങൾ എന്നെ വന്ന ഞങ്ങള്. അപ്പൊ പടച്ചോനെ തങ്ങളാക്കിന്നപ്പ അതിന്റെ അർത്ഥം. എന്നിട്ട് ചിലര് പറയാ വഫാത്തായ മുത്തനബി വിളിച്ച അപ്പൊ തന്നെ സ്വാമിയാവും. എന്നാ അത് എവിടെ ഞങ്ങൾ പട്ടിക എണ്ണണ്ടേന്നറിയോ? അതോർത്തി നിങ്ങളുടെ എണ്ണാണ് പട്ടിക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ അവര് വിളിച്ച് കാണിച്ചെന്നാ അത് ഖിയാമത്ത് വരെ വിളിക്കും. അത് തുടരും. അതിന് പല പേര് ഞങ്ങളുണ്ട്. റബീഉൽ അവ്വൽ ആകുമ്പോ പല പേരിടും. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ അതിന് പേര് വേറെ ഇടും. ഇത് റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ നിൽക്കുന്ന പരിപാടി ഒന്നല്ല. കാരണം റഫഅനാലൊക്കെ നിൽക്കരുത്. ഞാൻ താഴ്ത്താൻ ലോകത്തൊരു വൻകിട ശക്തിക്കും സാധ്യമല്ല. റഫഅനാലൊക്കെ നിൽക്കറക്കാണ് ഈ പന്തലൊക്കെ. അല്ലാതെ നബിന്റെ പേര് ഇങ്ങനെ പറയാന്നല്ല. ഹബീബിന്റെ തഅലീമിന് പറ്റുന്ന എന്തൊക്കെ സംവിധാനം ഉണ്ടൊക്കെ അതൊക്കെ ചെയ്തോളിന്നാ സല്ലു എന്നുള്ളതിന്റെ അർത്ഥം. വേറൊന്നുമല്ല. സലാത്ത് ഇങ്ങനെ ചൊല്ലിയിരിക്കാന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം.
ഹബീബിന്റെ മഹത്വ വിളംബരത്തിന് എന്തെല്ലാം നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ അതൊക്കെ ചെയ്തോളൂ. അല്ലാഹു തആല അങ്ങോട്ട് സമ്മതം തന്നതാണ്. അപ്പൊ മദീന ഭാഷന് നബിദിനം ആഘോഷം മർഹബ ഇനി എന്തൊക്കെ വരാൻ പോണ അതൊക്കെ ഉണ്ടാവും കാലനുസരിച്ചുകൊണ്ട്. അതൊക്കെ ഇതിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. അതാണ് സ്വഹാബാക്കൾ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 6:15 എന്റെ സമയം. അപ്പോഴാണ് നമുക്ക് പിരിയേണ്ടത്. ഒരു 10 മിനിറ്റ് നമുക്ക് ഉള്ളുകൊണ്ട് ഉള്ളറിഞ്ഞ് പൊള്ളുന്നോർമ്മയിൽ മദീനയിൽ എത്തണം. അല്ലാഹുമ്മ ഇന്ന് നമുക്ക് പറയാനും കേൾപ്പിക്കാനും മുത്തനബി തൊട്ടടുത്തില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷേ കണ്ണടച്ചാൽ കാണുന്നവർ എത്രയാണ്. ഈ റബീഉൽ അവ്വലിൽ സ്വലാത്ത് ചൊല്ലി മുസ്തഫ നബിയെ കണ്ട ഡസൻ കണക്കിന് ആളുകള് എനിക്ക് അറിയാം. പ്രധാനപ്പെട്ട കാരണം മദ്ഹ് കേട്ട് ഉറങ്ങിയതാണ്. പ്രധാനപ്പെട്ട കാരണം സ്വലാത്ത് അധികരിപ്പിച്ചതാണ്. ആ പ്രകാശ ജ്വാലയിലേക്ക് സ്വലാത്തിന്റെ ഒരു ടോർച്ച് അടിച്ചാൽ തിരിച്ച് പുഞ്ചിരിയുടെ ഒരു പ്രകാശം മനാമിലെങ്കിലും തരാതിരിക്കുമോ? അതും ഇവിടെ നിങ്ങൾ മൗലിദിൽ കേട്ടില്ലേ? റബ്ബൽ അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. അനസ് റളിയല്ലാഹു തആല അൻഹു മുസ്തഫ നബിയുടെ വിയോഗാനന്തരം പ്രസന്നമായി നടക്കുകയാണ്. മുഖത്ത് ടെൻഷന്റെ അടയാളമില്ല. ശുദ്ധീകരിക്കുന്നവർ കലങ്ങി തളർന്ന് കലങ്ങിയ കണ്ണുമായുള്ള നടത്തമാണ്. ഉമറുൽ ഫാറൂഖ് മനുഷ്യനോടുള്ള മിണ്ടാട്ടം നിർത്തിയതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭക്ഷണം കഴിക്കുന്നത് ഓർമ്മയില്ലാത്ത ആളായി പോയി. അലിയാർ പുറത്തേക്ക് നാവ് വരാത്ത അവസ്ഥയിൽ നിശബ്ദനാണ്. സ്വഹാബാക്കളിൽ പലരും കരഞ്ഞുകൊണ്ട് നെഞ്ച് പൊത്തി നടക്കുകയാണ്. ആ കുറഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് മുഹമ്മദ് എന്ന് പോലും കേൾക്കാൻ കഴിഞ്ഞില്ല. ആരെങ്കിലും മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് എന്നവർ നെഞ്ചു പൊത്തുകയാണ്. സ്വഹാബാക്കളിൽ പലരും കമിഴ്ന്ന് കിടക്കുകയാണ്. ചിലര് ചെസ്റ്റ് കൂട്ടിപ്പിടിക്കുകയാണ്. ഹാർട്ട് പൊട്ടുമോ എന്ന പേടിയാണ്. അത്രമേൽ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം ലയിച്ചവരാണ് അസ്ഹാബ് മുഹമ്മദേ ജുനൂദുൽ മഹബ്ബ. ഈ ലോകത്തെ പ്രഥമ പ്രണയ പട്ടാളം അത് അസ്ഹാബ് മുഹമ്മദാണ്. ആ സമയത്ത് അനസ് റളിയല്ലാഹു തആല അൻഹു കരയാതെ ചിരിച്ചു നടക്കുമ്പോൾ ചില സുഹൃത്തുക്കൾ ചോദിച്ചു, അനസേ മുസ്തഫ നബിക്ക് കൊല്ലങ്ങളോളം ഖിദ്മത്ത് ചെയ്ത, അവിടത്തെ ചെരുപ്പ് താങ്ങി നടന്ന, അവിടത്തെ വടിയെടുത്ത് നടന്ന ആളല്ലേ, എന്താ നിങ്ങളൊന്ന് കരയാത്തത്? നിങ്ങൾക്ക് വിഷമമില്ലേ? ഹബീബാ നബി പിരിഞ്ഞതിൽ നിങ്ങൾക്ക് ദുഃഖമില്ലേ അനസേ? ദുഃഖാചരണമല്ല, അനിയന്ത്രിതമായ കണ്ണീര് സ്വാഭാവികമാണ്. അത് ശരീഅത്ത് വിലക്കിയിട്ടുമില്ല. ആ സമയത്താണ് അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചവരോട് പറയുകയാണ്, എനിക്ക് കരയേണ്ടതില്ല, ഞാനൊന്ന് കണ്ണടച്ചാൽ എന്റെ മുമ്പിൽ സലാം പറഞ്ഞ് നിറപുഞ്ചിരിയോട് എന്നെ തഴകിത്തലോട് കടന്നു വരുന്നു നബിയുനാ റസൂലുള്ളാഹി. സിദ്ദീഖുൽ അക്ബർ എത്രയാണ് വഫാത്തിന് ശേഷം കണ്ടത്? ഉമർ ഇബ്നുൽ ഖത്താബ് ഖബറിൽ പോയി കരഞ്ഞ് തിരിച്ചു വന്ന് കിടക്കുമ്പോ എത്ര പ്രാവശ്യമാണ് കണ്ടത്? അലിയാരെ വായിൽ മുസ്തഫ നബി സ്വലാത്ത് ചൊല്ലി കിടന്ന രാത്രിയില് ഈത്തപ്പഴം വെച്ചു കൊടുത്തില്ലേ? എണീറ്റപ്പോൾ വായ മുഴുവനും ഈത്തപ്പഴത്തിന്റെ ചുവയല്ലേ? ഇഷ്കിന്റെ അത്ഭുതമല്ലേ? ഫാത്തിമത്തു സഹറ ബത്തൂല റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത് ഹബീബ് ക്ഷണിച്ചത് കൊണ്ടല്ലേ? അന്ന് മുതൽ തുടങ്ങി ഇഷ്കിന്റെ മനാമിലും യഖദത്തിലുമുള്ള അനുഭവങ്ങൾ ഇന്നും തുടരുകയല്ലേ? മദീന അത്ഭുതമല്ലേ? മദീന ഇതിഹാസമല്ലേ? മദീന വീരേതിഹാസം സൃഷ്ടിച്ച പരിശുദ്ധമായ സ്വർഗീയ ഉദ്യാനമല്ലേ? ലോകത്ത് കോടാന കോടികളുടെ ഹൃദയം തപിച്ചുകൊണ്ട് കണ്ണുനീരൊഴുകിയിട്ട്
കാണാത്ത ഒരാൾക്ക് വേണ്ടി വിതുമ്പിക്കരയുന്നത് മദീനയുടെ ഓർമ്മയിലല്ലേ? ശത്രുക്കൾക്ക് പോലും ഈ ചിന്തയിൽ അത്ഭുതമല്ലേ? ഹബീബിന്റെ ഫോട്ടോ ഉണ്ടോ? അവിടുത്തെ പ്രതിഷ്ഠയുണ്ടോ? അവിടുത്തെ രൂപമുണ്ടോ? ഇല്ല. കാണാത്ത രൂപം മനസ്സിൽ വെച്ച് കാണാത്ത ഫോട്ടോ ഹൃദയത്തിൽ കൊണ്ടുവന്ന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഔദ്യോഗികമായ ജീവിതം അവസാനിപ്പിച്ച് മദീനയുടെ ഗർഭത്തിൽ അത് സ്വർഗമായി കിടക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആരംഭമായ അവലംബമായ ഇതിഹാസമായ ആരവമായ അനുഗ്രഹമായ ആരാമമായ കരുത്തായ പൊരുത്തമായ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശമായ ആശിഖിന്റെ തിബിലയായ അല്ലാഹുവിന്റെ ഹബീബേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുസ്തഫ നബിയുടെ മേലിലുള്ള സലാത്ത് സലാമാണ് പരിഹാരം. ദീർഘമായി ഞാൻ പറയുന്നില്ല. കയ്യിൽ കിട്ടുന്നതൊക്കെ പൊന്നാക്കാൻ കഴിയുന്ന ഒറ്റ രാജാവേയുള്ളൂ. രാജാവ് എന്ന വാക്ക് ഞാൻ 2 തവണ ആവർത്തിച്ചു. അത് ആമുഖ പ്രഭാഷണത്തിൽ നിന്ന് എനിക്ക് ഹരം കൊണ്ടതാണ്. ഇത് തന്നെയാണ് രാജാവ്. ഇതിന് മന്ത്രിയുമുണ്ട്. അല്ലാഹു ഭൂമിലോകത്തെ 2 പ്രധാനപ്പെട്ട മന്ത്രിമാരെയാണ് കൊടുത്തത്. ഒന്ന് അബൂബക്കറിന് സിദ്ദീഖാണ്, മറ്റൊന്ന് ഉമറുൽ ഫാറൂഖാണ്. 1 ലക്ഷത്തി ചില്ലാൻ പട്ടാളം വന്നുണ്ടെങ്കിൽ ഇന്ന് 200 കോടിയോളം അല്ലെങ്കിൽ 170 കോടിയോളം പട്ടാളമാണ് ഇഷ്കിന്റെ ലോകത്ത് മുത്തനബിക്കുള്ളത്. അവർ ഉണരുന്ന സമയത്ത് റസൂൽ എങ്ങനെയാണ് ഉണർന്നത് എന്ന് നോക്കുന്നു. മുഖം കഴുകുന്ന സമയത്ത് ഇന്നും 200 കോടിയിലോളം ആളുകൾ മുസ്തഫ നബി എങ്ങനെയാണ് മുഖം തൊട്ടത്, തടവിയത്, കഴുകിയത് എന്നോർക്കുകയാണ്. ബ്രഷ് ചെയ്തത് എങ്ങനെയാണ് എല്ലാം ഓർത്തുകൊണ്ട് ഇങ്ങനെ കൃത്യമായി വ്യക്തമായി അനക്ക അടക്ക ഒതുക്ക പ്രവർത്തന പ്രവണതകളിലും ചലന നിശ്ചലനാവസ്ഥകളിലും നിദ്രയിൽ പോലും 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് തിരിഞ്ഞു നോക്കി ഇത്തിബാ ചെയ്യുന്ന വെമ്പലുള്ള ഒറ്റ നേതാവേ അനുയായികളാലുള്ളൂ. അത് മുഹമ്മദ് മുസ്തഫ. അവസാനിപ്പിക്കുന്ന സമയത്ത് ഒറ്റ കാര്യമേ എനിക്ക് എന്നോട് നിങ്ങളോടും പറയാനുള്ളൂ. ഒരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുന്നതാണ്. 1 മിനിറ്റ് ദുആക്കും എടുക്കുന്നതാണ്. നമ്മൾ എത്ര പാടിയാലും, നമ്മൾ എത്ര പറഞ്ഞാലും, നമ്മൾ എത്ര ഇരുന്നാലും, നമ്മൾ എത്ര വിളക്കൂതിയാലും, നമ്മൾ എത്ര കരഞ്ഞാലും, നമ്മൾ കൊല്ലങ്ങളോളം പ്രസംഗിച്ചാലും, അതിന് എല്ലാ പ്രഭാഷകന്മാരും ഒരുമിച്ച് കൂടിയാലും മനുഷ്യർക്ക് പുറമെ ഭൂതവിഭാഗവും കൂട്ടുപിടിച്ച് സംയുക്തമായി അശാന്തമായി ഓടി നടന്ന് പരമാവധി പാടുപെട്ട് പരിശ്രമിച്ചാലും മുത്തുനബി നമുക്ക് ഓർത്തതിന്റെ പേരിൽ, മുത്തുനബി നമുക്ക് വേണ്ടി കരഞ്ഞതിന്റെ 1 കോടിയിൽ 1 അംശം പോലും തിരിച്ചു കൊടുക്കാൻ മദീന ഫാഷനിൽ പങ്കെടുത്തവരെ ഇവിടെ വെച്ചോ എവിടെ വെച്ചോ തിരിച്ചു സാധ്യമല്ല. അതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഇതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുത്തുനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? സഹധർമ്മിണിയുടെ കെഞ്ചലിന്റെ മുമ്പിൽ മുട്ടുമടക്കി അല്ലാഹുവിന്റെ റസൂല് കൈപ്പൊക്കുകയാണ്. ആയിഷക്ക് മുമ്പ് കഴിഞ്ഞതും വരാനുള്ളതും രഹസ്യമായതും പരസ്യമായതും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറയലോടെ സന്തോഷാധിക്യം കൊണ്ട് ആയിഷ മുത്തുനബിയുടെ മടിയിലേക്ക് ചിരിച്ചുകൊണ്ടങ്ങ് വീഴുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആയിഷ, ഞാൻ നിനക്ക് 1 തവണ ഇങ്ങനെ ദുആ നടത്തിയതിന്റെ പേരിലാണ് നീ ഇങ്ങനെ ചിരിക്കുന്നതെങ്കിൽ എന്റെ ഉമ്മത്തിന് വേണ്ടി എത്ര തവണയാണ് ഞാൻ ദുആ നടത്തിയത്? ഓരോ ദിവസവും എത്ര തവണയാണ് ഇതുപോലെ ദുആ നടത്തുന്നത് എന്ന് നിനക്ക് അറിയുമോ ആയിഷ? എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, എല്ലാ അമ്പിയാക്കൾക്കും ദുആ നടത്തിയാൽ ഞൊടിയിടയിൽ ഉത്തരം അല്ലാഹു ഉറപ്പായി വാഗ്ദാനം നൽകിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്.
ഈ ഒറ്റ ഹദീസ് നമുക്ക് പിരിയാം. എനിക്ക് സമയമില്ല, ഞാൻ ഒച്ച വെച്ചിട്ട് വളരെ പെട്ടെന്ന് പോവാം. 4 ഒച്ച വെക്കാൻ മാത്രമേ സമയമുള്ളൂ, അത് പറയാൻ സമയമില്ല. അപ്പൊ എന്റെ സങ്കടം ഞാൻ തീർക്കാം. ഈ ഒരു ഹദീസ് വഅലാക്കി കേൾക്കരുത്, ഇത് ഹൃദയം കൊണ്ട് എഴുതി. എല്ലാ അമ്പിയാക്കൾക്കും ദ്വാർന്ന ഉടനെ ഉത്തരം, അങ്ങനെ ചാൻസ്. എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ ദുആക്കും ഇജാബത്തുണ്ട്, എല്ലാ മുഅ്മിനീങ്ങൾക്കും തന്നെ ഉണ്ട്, പിന്നെ അമ്പിയാക്കൾക്ക്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് തടസ്സമൊന്നുമില്ല, ലൈറ്റ് ആവില്ല, ദ്വാർന്ന ഉടനെ ഉത്തരം. അമ്പിയാക്കളായ അമ്പിയാക്കൾ മുഴുവനും അത് ഭൂമിയിൽ ഉപയോഗപ്പെടും. ഞാൻ എണ്ണി പറയുന്നില്ല ചരിത്രം. റസൂൽ പറഞ്ഞെന്താരോ, എന്റെ ആ ചാൻസ് ഞാൻ എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്ത് നാരകീയ ജ്വാലയിൽ നിന്ന് സ്വർഗീയ ഉദ്യാനത്തിലേക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പരലോകത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദ്വാർക്കേണ്ട ഒരുപാട് അവസ്ഥ ദുനിയാവിൽ ഉണ്ടായിരുന്നു. ഒട്ടകത്തിന്റെ കുടൽമാല കൊടുന്ന് കഴുത്തിലിട്ട് എല്ലാരും നശിപ്പിക്കാൻ തോന്നിയില്ല. ത്വായിഫിന്റെ മരുഭൂമിയിൽ ഏറുകൊണ്ട് 5 കിലോമീറ്ററോളം ഞെരിയാന് പൊളിഞ്ഞ് രക്തം പമ്പ് ചെയ്ത് ഓടി മുഹമ്മദ് മുസ്തഫ. ദുആ നടത്തിയില്ല, കവള് തടി കിട്ടിയിട്ട് കവള് പൊട്ടി, ദുആ നടത്തിയില്ല. തന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പച്ചക്ക് പാത്രത്തിലിട്ടുകൊണ്ട് ചുട്ട് കരിച്ചു, ദുആ നടത്തിയില്ല. 3 കൊല്ലത്തോളം ശൈബ് അബീ ത്വാലിബിന്റെ മലമുകളിൽ പട്ടിണിക്കിട്ടുകൊണ്ട് കൊല്ലാൻ വേണ്ടി സംഘടിതമായി മക്ക ഖുറൈശികൾ ശ്രമിച്ചു. അവർക്കെതിരെ മലയുടെ മുകളിൽ നിന്ന് ദുആ നടത്തിയില്ല. ദ്വാരക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷേ നടത്തിയില്ല. മാറ്റിവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ ഉമ്മത്തിൽപ്പെട്ട ചവറുകൾക്ക് എങ്ങാനും ശഫാഅത്ത് കൊണ്ട് പരമാവധി സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്താൻ ആ ദുആ ഉപകരിക്കുമെങ്കിൽ അതിനാവട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ദുനിയാവിൽ അത് ഉപയോഗപ്പെടുത്താതെ ശഫാഅത്തി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. മദീനയിൽ പോകുന്നവരെ, ബാബുസലാമിലൂടെ പോകുന്നവരെ, ഈ മദീന ഭാഷനിൽ സൂര്യൻ അസ്തമിക്കാൻ സമയത്ത് ഒരു പക്ഷേ പിന്നീട് സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രക്കല കണ്ടാൽ ഈ മാസം തീരാൻ സാധ്യതയുള്ളതിന്റെ വക്കിൽ വെച്ചുകൊണ്ട് ചിന്തിക്കണേ, ഇവിടെ നിന്ന് മദീനയിൽ ഒന്ന് പോകണേ, രാത്രിയിൽ അതിന് നന്നായി പറ്റുമേ. അത് അതിന്റെ മനഃശാസ്ത്രവും അങ്ങനെയാണ്. ഇന്ന് നമുക്ക് കഴിയാത്തത് കൊണ്ട് പലപ്പോഴും വിളക്കൂതി പാട്ടുപാടി കരഞ്ഞ് തളർന്ന് പിന്നെ പോയി കിടന്നാൽ ബെഡ്റൂമിലെങ്കിലും മദീന പുഞ്ചിരിക്കുമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയം കൊണ്ട് പോവാൻ വിസ വേണ്ട സഹോദര, ഹൃദയം കൊണ്ട് പോവാൻ വിസ വേണ്ട, ടിക്കറ്റ് വേണ്ട, പാസ്പോർട്ട് വേണ്ട, ഫ്ലൈറ്റ് വേണ്ട. ഹൃദയം തന്നെ ഒരു ഫ്ലൈറ്റ് ആണ്. ഇഷ്കാകുന്ന നീലാകാശത്തിലൂടെ ഈ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചുകൊണ്ട് മദീനയിൽ എത്തിയാൽ ഇന്നിൽ തിയാ റിഖസ്വബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ സലാമി റൗളതൻ ഫീഹാ നബിയുൽ മുഹ്തറം അക്ബാദുനാ മജ്റൂഹതു മിൻ സൈഫി ഹിജ്റിൽ മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ. കാറ്റേ റൗദയിലായി വിശുദ്ധരാ എത്തിക്കുമോ പാപിയമേനിൽ നിന്നൊരു അഭിവാദന വചനങ്ങളായി ആത്മാവുകൾ നോവുകയാൽ യാ നബിയേ യജമാനരേ കൃപ ചെയ്യണേ, യജമാനരേ കൃപ ചെയ്യണേ, യജമാനരേ കൃപ ചെയ്യണേ, യജമാനരേ കൃപ ചെയ്യണേ. അല്ലാഹുമ്മ ഉമ്മത്ത സയ്യിദനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദനാ മുഹമ്മദ്. അല്ലാഹു ഇത് കബൂലാക്കി തരട്ടെ.
ഞാൻ സ്പീഡിൽ ഒരുപാട് അക്ഷരങ്ങൾ ഇങ്ങനെ കോരിയിടാൻ വേണ്ടി വ്യഗ്രതയിൽ ഓടിയതാണ്. നിങ്ങൾക്ക് അലോസരമായോ ഭാരമായോ തോന്നിയെങ്കിൽ മുത്താലിമിനോട് സാദരം ക്ഷമിക്കണം. അള്ളാഹു നമ്മുടെ ഈ സമാഗമം ഹബീബിന് കാണിച്ചു കൊടുക്കട്ടെ. ഇതിനേക്കാൾ സന്തോഷത്തിൽ അള്ളാഹു സ്വർഗത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടി തരട്ടെ. നമ്മളെല്ലാവരും അങ്ങോട്ട് സലാത്ത് കൊണ്ട് സലാം കൊണ്ട് ബന്ധപ്പെട്ടാൽ മധുകൊണ്ട് ബന്ധപ്പെട്ടാൽ ഹബീബ് ഇങ്ങോട്ട് അന്വേഷിക്കും. ഇങ്ങോട്ട് നോക്കും. കല്ലെറിഞ്ഞോരെ തിരിച്ചു നോക്കിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. ഇത് സൂഫിയാക്കൾക്ക് വലിയൊരു വിഷയമായിട്ടുണ്ട്. കല്ലെറിഞ്ഞ ആളുകളെ അവരെ കാണാതെ എന്നെ കല്ലെറിഞ്ഞ ആളെ എവിടെയെന്ന് ചോദിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ 1500 കൊല്ലങ്ങൾ ഇപ്പുറത്തുനിന്ന് കല്ലെറിയല്ല, സ്വലാത്തിന്റെ പൂക്കളെ കൊണ്ടെറിയ. അപ്പൊ തിരിഞ്ഞു നോക്കാതിരിക്കൂല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളൊക്കെ ഹബീബിന് കാണിച്ചു കൊടുക്കട്ടെ. ഹബീബിന്റെ റൗളയിൽ നമ്മുടെയൊക്കെ പേര് അള്ളാഹു മുഴക്കി കൊടുക്കട്ടെ. നമ്മൾ അഡ്രസ് ഹബീബിന് അള്ളാഹു സൂക്ഷിക്കാനുള്ള അവസരം കൊടുക്കട്ടെ. നമ്മൾ ചൊല്ലുന്ന സലാത്ത് സലാം ഹബീബിന്റെ ഗൗറോഫിൽ സ്വർഗത്തിലേക്ക് അള്ളാഹു വിഭവങ്ങളാക്കി തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്ന. ഈ നാട്ടിൽ മറവിയിട്ട മുഴുവൻ ആളുകൾക്കും ഇതിന്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഈ നാട്ടിലുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെ വീട്ടിലേക്കും റഹ്മത്തുൽ ലിൽ ആലമീന്റെ റഹ്മത്ത് അള്ളാഹു കൊടുക്കട്ടെ. ഹൈന്ദവരുടെ വീട്ടിലേക്കും കൊടുക്കട്ടെ. എല്ലാ മനുഷ്യരുടെ വീട്ടിലേക്കും കൊടുക്കട്ടെ. പക്ഷികളുടെ കൂട്ടിലേക്ക് കൊടുക്കട്ടെ. സസ്യലതാദികൾക്ക് കൊടുക്കട്ടെ. കാരണം റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ആ ആലമീന്റെ റഹ്മത്ത് അല്ലാഹു പരത്തി കൊടുക്കട്ടെ. റബ്ബ് ഇവിടെയുള്ള ഖബറാളികൾക്ക് കൊടുക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.